നമസ്കാരം, ഞാൻ റസിന ഇസ്മായിൽ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റർ അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഈദ് ഉൽ ഫിത്തർ 630 തടവുകാർക്ക് മാപ്പ് നൽകി ബഹ്റൈൻ. ഈദ് ഉൽ ഫിത്തർ പ്രമാണിച്ച് വിവിധ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന 630 തടവുകാർക്ക് ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫ മാപ്പ് നൽകി. രാജകീയ മാപ്പിൽ വിവിധ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ അനുഭവിച്ചവരും ശിക്ഷയുടെ ഒരു ഭാഗം പൂർത്തിയാക്കിയവരും ഇതര ശിക്ഷയ്ക്ക് കീഴിലുള്ള നിരവധി വ്യക്തികളും ഉൾപ്പെടുന്നു. ജയിലിൽ കഴിയുന്നവർക്ക് ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം നൽകുവാനും ബഹ്റൈനിന്റെ സമഗ്ര വികസനത്തിൽ അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും ലക്ഷ്യമിടുന്നതാണ് രാജകീയ തീരുമാനം. പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവയെ ബഹ്റൈൻ സംഘം സന്ദർശിച്ചു. ആഗമന സുറിയാനി സഭയുടെ മേലധ്യക്ഷൻ മോറോൻ മോർ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവയെ ബഹ്റൈൻ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സുറിയാനി പള്ളി പ്രതിനിധി സംഘം സന്ദർശിച്ചു. ലെബനോനിലെ അച്ചാനയിൽ ഉള്ള പാത്രിയാർക്കീസ് ബാവയുടെ അരമനയിൽ വച്ചാണ് കൂടിക്കാഴ്ച നടന്നത്. മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ പ്രാദേശിക തലവനായി അബൂൻ മോർ ബസേലിയോസ് ജോസഫ് കത്തോലിക്ക ബാവയുടെ സ്ഥാനാരോഹണ ശുശ്രൂഷയിൽ പങ്കെടുക്കാനാണ് ബഹ്റൈൻ സംഘം ലെബനോനിൽ എത്തിയത്. യാക്കോബായ സുറിയാനി സഭയുടെ പ്രാദേശിക തലവനായി വാഴിക്കപ്പെട്ട ശ്രേഷ്ഠ കത്തോലിക്ക ബസേലിയോസ് ജോസഫ് മലങ്കര പെത്രോപൊലിത്തയെയും സംഘം സന്ദർശിക്കുകയും ബഹ്റൈൻ ഇടവകയുടെ ആശംസകൾ അറിയിക്കുകയും ചെയ്തു. എമ്പുരാന് ബഹ്റൈനിൽ ലാൽ കേഴ്സിന്റെ രാജകീയ വരവേൽപ്പ്. ലൂസിഫർ എന്ന സിനിമയുടെ തുടർച്ചയായി ഹോളിവുഡ് നിർമ്മാണ രീതിയിൽ ഇറങ്ങിയ മോഹൻലാൽ ചിത്രമായ എമ്പുരാന് ബഹ്റൈൻ ലാൽ കേഴ്സിന്റെ നേതൃത്വത്തിൽ ബഹ്റൈനിൽ രാജകീയ വരവേൽപ്പ് ഒരുക്കി. ബാൻഡ് മേളവും ഫ്ലാഷ് ഡാൻസുകളും നിറഞ്ഞ ആഘോഷ പരിപാടികളിൽ നിരവധി ആളുകൾ പങ്കാളികളായി. ലാൽ കേഴ്സ് അംഗങ്ങളടക്കം സിനിമ കാണാനെത്തിയ ഭൂരിഭാഗം പേരും കറുത്ത വേഷത്തിലാണ് തിയേറ്ററുകളിലെത്തിയത്. എപ്പിക്സ് തിയേറ്ററും ദാനാമോളും തിങ്ങി നിറഞ്ഞ ജനങ്ങളിൽ മുഴുവൻ ഒരു സിനിമ എന്നതിലുപരി അവർ കാത്തിരുന്ന ഒരു ഉത്സവം എത്തിച്ചേർന്ന എന്ന പോലെ ആവേശം നിറഞ്ഞ ഒന്നായിരുന്നു. ഒരു മലയാള സിനിമയുടെ ഒതുക്കത്തിൽ നിന്നും ഒരു ഹോളിവുഡ് സിനിമ രീതിയിൽ ഇന്റർനാഷണൽ നിലവാരത്തിൽ എത്തിച്ച ഒരു മലയാള സിനിമ, അതും മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലിന്റെ ഭാവപകർച്ചയിൽ കണ്ട ആവേശത്തിലും സന്തോഷത്തിലുമാണ് സിനിമ കണ്ട മുഴുവൻ പ്രവാസികളുമെന്ന് ലാൽ കേഴ്സ് സാരഥികളായ ജഗത് കൃഷ്ണകുമാർ, ഫൈസൽ FM, ഷൈജു കമ്രത്ത്, അരുൺ ജി നെയ്യാർ എന്നിവർ പറഞ്ഞു. ബഹ്റൈനിലെ പ്രശസ്ത കലാകാരൻ ഷംസ് കൊച്ചിൻ വിടവാങ്ങി. 4 പതിറ്റാണ്ടുകാലം ബഹ്റൈനിലെ കലാ സാമൂഹിക സാംസ്കാരിക രംഗത്ത് തിളങ്ങി നിന്ന വ്യക്തിത്വം ഷംസ് കൊച്ചിൻ വിടവാങ്ങി. ഒട്ടേറെ പ്രശസ്ത ഗായകർക്ക് ബഹ്റൈനിലെ സംഗീത വേദികളിൽ ഏറെക്കാലം പിന്നണിയൊരുക്കിയിരുന്നത് ഷംസ് കൊച്ചിനായിരുന്നു. ഇന്ത്യൻ ക്ലബ് ബഹ്റൈൻ കേറിയ സമാജം ഉൾപ്പെടെ ഒരുപാട് വേദികളിൽ അദ്ദേഹം ഒരുക്കിയ സംഗീത സന്ധ്യകൾ അരങ്ങേറിയിട്ടുണ്ട്. സംഗീത കുടുംബത്തിൽ ജനിച്ച ഷംസ് കൊച്ചിൻ ബഹ്റൈനിൽ സംഗീതം പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. ബഹ്റൈനിലെ വിവിധ കലാ സാംസ്കാരിക കൂട്ടായ്മകളിൽ അംഗമായിരുന്ന അദ്ദേഹം നിലവിൽ പടവ കുടുംബവേദിയുടെ സ്ഥാപകനും രക്ഷാധികാരിയുമാണ്. കലാരംഗത്ത് നൽകിയ മികച്ച സംഭാവനകളെ മുൻനിർത്തി KMCC ബഹ്റൈൻ, മലയാളി ബിസിനസ് ഫോറം ഉൾപ്പെടെ വിവിധ സംഘടനകളുടെ ആദരം ലഭിച്ചിട്ടുണ്ട്. പ്രശസ്ത ഗായകരായ അഫ്സൽ, അൻസാർ, അഷ്റഫ്, ഷക്കീർ, സലീം, ഷരീഫ്, റംല, ഷംല എന്നിവർ സഹോദരങ്ങളാണ്. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ബഹ്റൈനിലെ വിവിധ സംഘടനാ നേതാക്കളും കലാ സാമൂഹ്യ പ്രവർത്തകരും അനുശോചനം രേഖപ്പെടുത്തി. മാനവ സൗഹാർദ്ദ സന്ദേശം വിളിച്ചോതി IYCC ബഹ്റൈൻ ഇഫ്താർ സദസ് സംഘടിപ്പിച്ചു. സെഗയ KCA ഹാളിൽ നടന്ന സംഗമത്തിൽ മാനവ സൗഹാർദ്ദത്തിന്റെ ഉദാത്ത മാതൃക വിളിച്ചോതി സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള നിരവധി ആളുകൾ പങ്കെടുത്തു. ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും അതിരുകളില്ലാതെ മനുഷ്യർ ഒത്തുകൂടുന്ന ഇതുപോലെയുള്ള സ്നേഹ സൗഹാർദ്ദ കൂട്ടായ്മകളാണ് ഇന്നത്തെ അനിവാര്യത എന്ന് സംഗമത്തിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. IYCC ബഹ്റൈൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസിന്റെ അധ്യക്ഷതയിൽ കൂടിയ സംഗമത്തിൽ സമസ്ത ബഹ്റൈൻ പ്രസിഡന്റ് ഷയ്യിദ് ഫക്രുദ്ദീൻ തങ്ങൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ബഹ്റൈൻ മലയാളി CSC പാരിഷ് വികാരി മാത്യൂസ് ഡേവിസ്, NSS ബഹ്റൈൻ വൈസ് പ്രസിഡന്റ് UK അനിൽകുമാർ എന്നിവർ റമദാൻ സന്ദേശം കൈമാറി. IOC ബഹ്റൈൻ പ്രസിഡന്റും ബഹ്റൈൻ ക്രിക്കറ്റ് അസോസിയേഷൻ ചെയർമാനുമായ മുഹമ്മദ് മൻസൂർ, ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ബിനു മണ്ണിൽ, OICC വർക്കിംഗ് പ്രസിഡന്റ് ബോബി പാറയിൽ, OICC ഗ്ലോബൽ ജനറൽ സെക്രട്ടറി രാജു കല്ലുംപുറം, KMCC ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സോമൻ ബേബി, ബഹ്റൈൻ യൂണിവേഴ്സിറ്റി അധ്യാപിക ഡോക്ടർ ഷെമിലി P. ജോൺ എന്നിവർ സംഗമിച്ചു. തർത്തീൻ ബഹ്റൈൻ ഗ്രാൻഡ് ഫിനാലെ സംഘടിപ്പിച്ചു.
റിസാല സ്റ്റഡി സർക്കിൾ ബഹ്റൈൻ നാഷണൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന 8ാമത് എഡിഷൻ തർത്തിൽ ഖുർആൻ പാരായണ മത്സരങ്ങളുടെ അവസാന ഘട്ടം ഗ്രാൻഡ് ഫിനാലെ സഹലയിലെ അൽ മാജിദ് പ്രൈവറ്റ് സ്കൂളിൽ നടന്നു. സെക്ടർ മത്സരങ്ങൾക്ക് ശേഷം സോൺ മത്സരങ്ങളിൽ നിന്നും 1ാം സ്ഥാനം നേടിയ മത്സരാർത്ഥികളാണ് ഗ്രാൻഡ് ഫിനാലയിൽ മാറ്റുരച്ചത്. ബഹ്റൈനിലെ മനാമ, റിഫ, മുഹറക് എന്നീ സോണുകളിൽ നിന്നും 4 വിഭാഗങ്ങളിലായി നിരവധി വിദ്യാർത്ഥികളും യുവാക്കളും പങ്കെടുക്കും. ഖുർആൻ പാരായണത്തിനു പുറമെ ഹിഫ്ള്, മുബാഹസ, ഖുർആൻ ക്വിസ്, ഖുർആൻ സെമിനാർ, റിഹാബുൽ ഖുർആൻ എന്നീ ഇനങ്ങളിലും മത്സരങ്ങൾ നടന്നു. മത, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുത്തു. ICF തിലാവ 2025 ഹമദ് ടൗൺ റീജിയൻ ജേതാക്കൾ. വിശുദ്ധ റമദാൻ ആത്മവിശുദ്ധിക്ക് എന്ന ശീർഷകത്തിൽ നടന്നുവരുന്ന ICF റമദാൻ ക്യാമ്പയിനിന്റെ ഭാഗമായി മദ്രസ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ഖുർആൻ പാരായണ മത്സരം തിലാവ ഗ്രാൻഡ് ഫിനാലെയിൽ ഹമദ് ടൗൺ റീജിയൻ ജേതാക്കളായി. റിഫ, മുഹറക് റീജിയനുകളിൽ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. മനാമ KCT ഹാളിൽ നടന്ന മത്സരത്തിൽ ബഹ്റൈനിലെ 8 റീജിയനുകളിൽ നിന്ന് സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട മത്സരാർത്ഥികളാണ് മാറ്റുരച്ചത്. ബഹ്റൈൻ ഇസ്ലാമിക് സുപ്രീം കൗൺസിൽ അംഗം ഷൈഖ് റാഷിദ് ഹസൻ ബോയ്സിൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ സയ്യിദ് അസ്ഹർ അൽ ബുഹാരി, അബൂബക്കർ ലത്തീഫി, അബ്ദുൽ ഹക്കീം സഖാഫി, കിലാനൂർ, ഷമ്മാസ്, നൂറാനി എന്നിവർ മത്സരങ്ങൾ നിയന്ത്രിച്ചു. ICF ഹമദ് ടൗൺ റീജിയൻ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഇഫ്താർ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകുന്നു. ദിവസേന മലയാളികളെ കൂടാതെ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഇന്ത്യയിലെ മറ്റു സംസ്ഥാനക്കാർ ഉൾപ്പെടെ 100ൽ പരം ആളുകളാണ് ഇഫ്താറിൽ പങ്കെടുക്കുന്നത്. വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന സൂക്കിലെ കടകളിലെ ജീവനക്കാർക്ക് ICF വർഷങ്ങളായി നടത്തുന്ന ഇഫ്താർ ഏറെ ആശ്വാസമാണ് നൽകുന്നത്. ഇങ്ങനെ എല്ലാ വർഷവും ഇഫ്താർ സംഘടിപ്പിക്കാൻ സാധിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് റീജിയൻ പ്രസിഡന്റ് നിസാർ സഖാഫി അറിയിച്ചു. വരും വർഷങ്ങളിൽ ഇഫ്താർ ഇതിനേക്കാൾ വിപുലമായി സംഘടിപ്പിക്കുമെന്ന് റീജിയൻ സെക്രട്ടറി ഇസ്ഹാഖ് മട്ടന്നൂർ പറഞ്ഞു. ദിവസേന ഇഫ്താറിന് മുൻപ് നടക്കുന്ന പ്രാർത്ഥനയ്ക്ക് നിസാർ സഖാഫി, ഷിഹാബുദ്ദീൻ സിദ്ദിഖി, ഇസ്മായിൽ മുസ്ലിയാർ, ഇബ്രാഹിം സഖാഫി, അബ്ദുറഹ്മാൻ ചെക്കിയാൾ എന്നിവർ നേതൃത്വം നൽകും. സൂക്കിലെ വിശ്വാസികളുടെ സൗകര്യാർത്ഥം ദിനേന 2 തവണ തറാവീഹ് നമസ്കാരവും റമദാന്റെ അവസാന 10കളിൽ പ്രത്യേക പ്രാർത്ഥന മജ്‌ലിസും പെരുന്നാൾ ദിവസം നമസ്കാരവും ഈദ് സംഗമവും വർഷങ്ങളായി നടന്നുവരുന്നു. ദേവ്ജി BKS GCC കലോത്സവം മത്സരങ്ങൾക്ക് തുടക്കമായി. കുട്ടികളുടെ കലാഭിരുചികൾ മനസ്സിലാക്കുവാനും മികച്ച പ്രതിഭകളെ കണ്ടെത്തുന്നതിനുമായി ബഹ്റൈൻ കേരള സമാജം സംഘടിപ്പിക്കുന്ന ദേവ്ജി BKS GCC കലോത്സവത്തിന് പെയിന്റിംഗ് മത്സരത്തോടെ തുടക്കമായി. സമാജം ഡയമണ്ട് ജൂബിലി ഹാളിൽ നടന്ന ആദ്യ മത്സരത്തിൽ 100ഓളം കുട്ടികൾ പങ്കെടുത്തു. 100ലധികം വ്യക്തിഗത ഇനങ്ങളും 60ഓളം ഗ്രൂപ്പ് ഇനങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള കലോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം 31-ന് വൈകുന്നേരം 7 മണിക്ക് നടക്കുമെന്ന് സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ളയും ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കലും അറിയിച്ചു. ഏഷ്യയിലെ തന്നെ കുട്ടികളുടെ ഏറ്റവും വലിയ കലാമാമാങ്കമായ സംസ്ഥാന സ്കൂൾ യുവജനോത്സവ മാതൃകയിൽ പ്രവാസ ലോകത്ത് നടത്തുന്ന ശ്രദ്ധേയമായ മത്സരമായി മാറിക്കഴിഞ്ഞ കലോത്സവത്തിൽ കേരളത്തിൽ നിന്നടക്കമുള്ള പ്രമുഖരാണ് വിധികർത്താക്കളായി എത്തുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ജനറൽ കൺവീനർ ബിറ്റോ പാലമറ്റത്തിനെ 37789495 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സീറോ മലബാർ വനിതാ വേദി വനിതാ ദിനവും മാതൃദിനവും ആഘോഷിച്ചു. സ്ത്രീകളെ ഉന്നതിയിലെത്തിക്കുന്നതിനും സ്ത്രീകളുടെ കഴിവുകളെ സമ്പന്നമാക്കുന്നതിനും ലോക വനിതാ ദിനത്തിന് പ്രസക്തിയുണ്ടെന്ന് വനിതാ വേദി പ്രസിഡന്റ് ലിജി ജോസ് പറഞ്ഞു. സീറോ മലബാർ സൊസൈറ്റി അങ്കണത്തിൽ നടന്ന ലോക വനിതാ ദിനത്തോടനുബന്ധിച്ചുള്ള ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ലിജി ജോസ്. സൊസൈറ്റി പ്രസിഡന്റ് ഷാജൻ സെബാസ്റ്റ്യൻ, വൈസ് പ്രസിഡന്റ് ജീവൻ ചാക്കോ, ആക്ടിംഗ് സെക്രട്ടറി ജോബി ജോസഫ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മുതിർന്ന അമ്മമാരെ ആദരിച്ചു. വനിതാ വേദി സെക്രട്ടറി ലിൻഡി സോബിൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ഷീന ജെയ്സൺ നന്ദിയും പറഞ്ഞു. BMC ന്യൂസ് ലൈവിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays.
Sebamed protects your skin. മറ്റു വാർത്തകളിലേക്ക്. അഫ്ഗാനിസ്ഥാനിലും ഭീതി പടർത്തി ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 4.7 തീവ്രത രേഖപ്പെടുത്തി. ഇന്ന് പുലർച്ചെ 5:16 ഭൂചലനം അനുഭവപ്പെട്ടത്. റിക്ടർ സ്കെയിലിൽ 4.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായതെന്ന് നാഷണൽ സെന്റർ ഫോർ സിസ്മോളജി അറിയിച്ചു. 180 കിലോമീറ്ററോളം ആഴത്തിലാണ് ഭൂചലനം ഉണ്ടായത്. മ്യാൻമറിലെയും തായ്ലൻഡിലെയും ഭൂകമ്പത്തിന്റെ ഭീതി ഒഴിയാത്ത സാഹചര്യം നിലനിൽക്കെയാണ് അഫ്ഗാനിലും ആശങ്ക പടർത്തി ഭൂചലനം ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്ത് ഏപ്രിൽ മുതൽ വൈദ്യുതി നിരക്ക് കുറയും. യൂണിറ്റിന് 12 പൈസയാണ് കുറയുക. സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം ജനുവരി മുതൽ ഈടാക്കിയിരുന്ന ഇന്ധന സർചാർജായ 19 പൈസ ഏപ്രിലിൽ 7 പൈസയായി കുറഞ്ഞതാണ് നിരക്ക് കുറയാൻ കാരണം. 1000 വാട്ട്സ് കണക്റ്റഡ് ലോഡും പ്രതിമാസം 40 യൂണിറ്റ് വരെ ഉപഭോഗമുള്ള ഗാർഹിക ഉപഭോക്താക്കളെ ഇന്ധന സർചാർജിൽ നിന്നും ഒഴിവാക്കിയതായി റെഗുലേറ്ററി കമ്മീഷന്റെ ഉത്തരവിൽ പറയുന്നുണ്ട്. റെഗുലേറ്ററി കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം ഏപ്രിൽ മുതൽ ഒരു യൂണിറ്റിന് ശരാശരി 12 പൈസയുടെ വർധനവ് സംസ്ഥാനത്ത് വൈദ്യുതി ചാർജിൽ ഉണ്ടാകേണ്ടതാണ്. എന്നാൽ ഇന്ധന സർചാർജിൽ വന്ന കുറവിലൂടെ വൈദ്യുതി ചാർജിൽ ഉണ്ടാവുന്ന വർധനവ് ഉപഭോക്താക്കൾക്ക് ബാധ്യത ഉണ്ടാക്കില്ലെന്നും KEB വ്യക്തമാക്കിയിട്ടുണ്ട്. കേരള സർവകലാശാലയിൽ ഉത്തരക്കടലാസുകൾ കാണാതായ സംഭവം. യാത്രക്കിടെ നഷ്ടപ്പെട്ടുവെന്ന് അധ്യാപകൻ. കേരള സർവകലാശാലയിലെ MBA പരീക്ഷയുടെ ഉത്തരക്കടലാസുകൾ കാണാതായ സംഭവത്തിൽ നടന്നത് ഗുരുതര വീഴ്ചയെന്ന് കണ്ടെത്തൽ. പാലക്കാട് നിന്നുള്ള യാത്രക്കിടെ ഉത്തരക്കടലാസുകൾ നഷ്ടമായെന്നാണ് മൂല്യനിർണ്ണയം നടത്തിയ അധ്യാപകൻ സർവകലാശാല അധികൃതരെ അറിയിച്ചിട്ടുള്ളത്. അതേസമയം അധ്യാപകനെതിരെ നടപടിയെടുക്കാനാണ് സർവകലാശാലയുടെ തീരുമാനം. പാലക്കാട് സ്വദേശിയായ അധ്യാപകൻ മൂല്യനിർണ്ണയം നടത്തിയ 71 ഉത്തരക്കടലാസുകളാണ് കാണാതായത്. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.